ഇവിടെ നോക്കിയാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് സെൻ്ററുകളാണ്. എന്നുവെച്ചാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ വളരെ കോമൺ ആയിരിക്കുകയാണ്. മുമ്പൊക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് ഭയങ്കര സേഫാണ്, അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന മൈനർ പ്രൊസീജിയറാണ്, സേഫാണ്, കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ ക്ലിനിക്കുകളിൽ നിന്നും കംപ്ലയിൻറ്റ്സ് എന്ന് വെച്ചാൽ കുറേ ക്ലിനിക്കുകൾ പ്രൈസ് കോംപ്രമൈസ് ആയിരിക്കാം. എനിക്ക് വരുന്ന ഒരുപാട് ക്ലയൻസിന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുമ്പോഴുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. അതുപോലെ കാരണം അത് കറക്റ്റ് ഡോസിൽ അനസ്തേഷ്യ ആളുടെ വെയിറ്റിനും കാര്യങ്ങൾക്കും അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അനസ്തേഷ്യ ചെയ്യുന്ന പ്രൊസീജിയർ കറക്റ്റായി ചെയ്യാത്തത് കൊണ്ട് പെയിൻ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത്. പിന്നീട് ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് കിട്ടാത്തതിൻ്റെ പേരിലും സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. ഇത്രയും കാര്യങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ കുറച്ച് ഹെയർ ട്രാൻസ്പ്ലാന്റ് സെൻ്ററുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി